നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. റാപ്പ് ഗായകൻ വേടന്റെ കഴുത്തിലെ പുലിപ്പല്ല് വിവാദമായിട്ട് അധികം നാളായില്ല. വേടനെ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വിളിച്ചു വരുത്തുകയും അദ്ദേഹത്തിനെതിരെ FIR എടുക്കാൻ പോകുന്ന സംഭവമൊക്കെ ഉണ്ടായി. പിന്നീട് വലിയ പ്രതിഷേധത്തെ തുടർന്നാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് വനംവകുപ്പ് അതിൽ നിന്നും പിന്മാറിയത്. മാത്രമല്ല, വേടന്റെ കഴുത്തിലെ പുലിപ്പല്ല് ഒറിജിനൽ അല്ല എന്ന് തെളിയുകയും ചെയ്തു. ഒറിജിനൽ പുലിപ്പല്ല് കഴുത്തിൽ ധരിക്കുന്നത് ഇന്ത്യയിൽ ശിക്ഷാവിധേയമാണ്. ഇപ്പോൾ അടുത്ത പണി കിട്ടിയിരിക്കുന്നത് സാക്ഷാൽ സൂപ്പർ സ്റ്റാർ സുരേഷ് ഗോപിക്കാണ്. കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപി ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോൾ ഷർട്ട് അഴിക്കുമ്പോൾ കഴുത്തിൽ ഒരു പുലിപ്പല്ലിന്റെ മാല കിടക്കുന്നത് കാണാം. ഇത് കണ്ട ഒരു യൂത്ത് കോൺഗ്രസ് നേതാവ്, തൃശ്ശൂരിലെ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവാണ് വനം വകുപ്പിന് പരാതി നൽകിയത്. ഇതോടെ വനം വകുപ്പ് ഇപ്പോൾ സുരേഷ് ഗോപിക്കും നോട്ടീസ് അയക്കാൻ തയ്യാറെടുക്കുകയാണ്. ഈ പരാതി കിട്ടിയവർക്ക് നോട്ടീസ് അയക്കാതിരിക്കാൻ വനം വകുപ്പിന് കഴിയില്ല. പുലിപ്പല്ല് ഒറിജിനലാണെങ്കിൽ സുരേഷ് ഗോപിക്ക് കിട്ടാൻ പോകുന്നത് 8ന്റെ പണിയായിരിക്കുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. കാരണം 7 വർഷം വരെ തടവ് ശിക്ഷ കിട്ടാൻ പറ്റിയ കുറ്റമാണ് പുലിപ്പല്ല് ധരിക്കുക എന്നത്. പുലിപ്പല്ല് ഇനി വേറൊരാൾ സമ്മാനം കൊടുത്തതാണെങ്കിൽ അത് ആരാണ്, എന്തിനാണ് കൊടുത്തത്, അയാൾക്കത് കൈവശം വയ്ക്കാനുള്ള ലൈസൻസ് ഉണ്ടോ എന്നെല്ലാം വിശദമാക്കേണ്ടി വരും. ഏതായാലും സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയക്കുമ്പോൾ അത് വലിയൊരു വിവാദത്തിലേക്ക് നീങ്ങുമെന്നാണ് പറയപ്പെടുന്നത്. കഴുത്തിലെ പുലിപ്പല്ല് ഒറിജിനൽ അല്ല, ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ സുരേഷ് ഗോപിക്ക് കേസിൽ നിന്ന് ഊരിപ്പോരാം. അതല്ല എങ്കിൽ അദ്ദേഹത്തിനെതിരെ FIR ഇട്ട് കേസ് ചാർജ് ചെയ്യും. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തേണ്ടി വരും. അതോടുകൂടി അദ്ദേഹത്തിന് കേന്ദ്ര മന്ത്രിസ്ഥാനം വരെ രാജിവെക്കേണ്ടി വന്നേക്കാമെന്നുള്ള സൂചനയാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചർച്ചയാണ് ഇപ്പോൾ മാധ്യമങ്ങളിൽ ആകെ നടക്കുന്നത്. എന്നാൽ സുരേഷ് ഗോപി ഇതിനെക്കുറിച്ച് ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. തങ്ങൾ നോട്ടീസ് അയച്ചോ എന്ന് വ്യക്തമാക്കാൻ വനം വകുപ്പും തയ്യാറായിട്ടില്ല. ഏതായാലും പരാതി ലഭിച്ച സ്ഥിതിക്ക് നോട്ടീസ് അയക്കേണ്ടി വരുമെന്നാണ് വനംവകുപ്പ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. സുരേഷ് ഗോപിയല്ല, ആരായാലും നിയമത്തിന്റെ വഴിക്ക് പോകണമല്ലോ. അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ അദ്ദേഹത്തിന് നോട്ടീസ് അയച്ച് അദ്ദേഹത്തെ വിളിപ്പിച്ച് ഈ മാല, പുലിപ്പല്ല് കെട്ടിയ മാല ഹാജരാക്കാൻ വനംവകുപ്പ് നിർദ്ദേശം കൊടുക്കുമെന്നാണ് നമ്മൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ പുലിപ്പല്ല് ഒറിജിനൽ ആണെങ്കിൽ, അത് അദ്ദേഹത്തിന് ആരെങ്കിലും സമ്മാനം കൊടുത്തതാണെങ്കിൽ അതിന് നിയമപരമായ അനവധി കാര്യങ്ങളുണ്ട്. അതല്ല, അനധികൃതമായിട്ടാണ് അദ്ദേഹം ധരിക്കുന്നതെങ്കിൽ അത് വലിയ പ്രത്യാഘാതങ്ങൾ, നിയമപരമായ ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ സുരേഷ് ഗോപിക്ക് ഉണ്ടാക്കും. ഏതായാലും ഇതിനെക്കുറിച്ചൊന്നും കൃത്യമായ വിവരങ്ങളോ അറിവുകളോ നമുക്ക് ലഭിച്ചിട്ടില്ല. വനം വകുപ്പ് അന്വേഷിച്ചപ്പോൾ പറയാൻ കഴിയുന്നത് വനം വകുപ്പ് നോട്ടീസ് അയക്കാൻ തയ്യാറെടുക്കുന്നു എന്ന് മാത്രമാണ്. ഹിന്ദുവിൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു വാർത്ത വന്നതിനെ തുടർന്നാണ് ആളുകൾ ഇതിനെക്കുറിച്ച് ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഏതായാലും സുരേഷ് ഗോപിക്ക് നോട്ടീസ് അയക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം പരാതി ലഭിച്ചു കഴിഞ്ഞു എന്നാണ് വനം വകുപ്പ് വൃത്തങ്ങളുമായി ബന്ധപ്പെട്ടപ്പോൾ നമ്മൾക്ക് അറിയാൻ കഴിഞ്ഞത്. ഈ സുരേഷ് ഗോപിയെ വിളിച്ചു വരുത്താനുള്ള നോട്ടീസ് അയക്കുകയാണ് ആദ്യപടി. ആ നോട്ടീസ് അദ്ദേഹം കൈപ്പറ്റിയെങ്കിൽ പിന്നെ വാറണ്ടായി അയക്കണം. അങ്ങനെ ഒത്തിരി നിയമപ്രശ്നങ്ങൾ ഇതിനകത്തുണ്ട്. ഏതായാലും നോട്ടീസ് ലഭിച്ചാൽ സുരേഷ് ഗോപി ഹാജരായി തന്റെ കഴുത്തിലെ പുലിപ്പല്ല് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് തെളിയിച്ചു തരുമെന്നുള്ള പ്രതീക്ഷയിലാണ് വനംവകുപ്പ്. ഏതായാലും ഒരു വിവാദമാക്കി ഇത് കൊണ്ടുനടക്കാൻ വനംവകുപ്പ് ആഗ്രഹിക്കുന്നില്ല എന്നും അവരുടെ ഉന്നത വൃത്തങ്ങൾ പറയുകയുണ്ടായി. ഏതായാലും സുരേഷ് ഗോപിക്ക് നോട്ടീസ് ലഭിച്ചാൽ കഴുത്തിലെ മാലയിലെ പുലിപ്പല്ല് ഒറിജിനലാണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അദ്ദേഹത്തിന് വ്യക്തമാക്കേണ്ടി വരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.